അസ്സലാമലൈക്കും കൂട്ടുകാരെ, എന്തൊക്കെയാണ് വിഷയങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫ് നാടുകളിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും ഈ ദുനിയാവിലുള്ള സകല ജീവജാലങ്ങൾക്കൊന്നും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുക. എന്താ പറയുക, ഞാനങ്ങനെ എൻ്റെ ജീവിത കഥ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കുറേ എപ്പിസോഡായിട്ട് ഞാൻ പറഞ്ഞിട്ടിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് കേട്ട് നോക്കണം. കാരണം നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന ഓരോ സ്ത്രീകൾക്കും അതൊരു പാഠമായിട്ട് മാറണം കേട്ടോ. നമ്മളെ ഭർത്താവ് കളഞ്ഞിട്ട് പോയതിന് അയ്യോ എൻ്റെ ഭർത്താവ് കളഞ്ഞിട്ട് പോയല്ലോ, എനിക്കിനി ആരുമില്ല, അല്ല ഭർത്താവ് മരിച്ചു പോകുന്നവർ ഒക്കെ ആവട്ടെ, എനിക്ക് ആരുമില്ലല്ലോ, ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളെ, നിങ്ങളെ ഭർത്താവില്ലാത്ത സ്ത്രീകളെ നിങ്ങളിത് അറിഞ്ഞിരിക്കണം. ഏതൊരു സ്ത്രീക്കും എവിടെയും ജീവിക്കാൻ പറ്റും, അതിനുള്ള തൻ്റെ നമ്മൾ ആർജിച്ചെടുക്കണം എന്നുള്ളൊരു ഇത് നിങ്ങൾക്കൊരു മെസ്സേജാണ്. അതിനായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതകഥ ഞാൻ പറഞ്ഞു വരുന്നത്. ഞാനും ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അന്ന് എനിക്കെന്താ, എൻ്റെ കല്യാണം കഴിഞ്ഞത് ശരിക്കും 16-ാമത്തെ വയസ്സിലാണ്. അതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയും. അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സഹിക്കാൻ വല്ലാത്ത സങ്കടം ഉണ്ടാകും കേട്ടോ. എൻ്റെ കണ്ണുകൾ അത് ഓർക്കുമ്പോൾ വല്ലാതെ നിറഞ്ഞൊഴുകും. കാരണം ആ പ്രായത്തിൽ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എന്താണ് ഏതാണ് ഒന്നും അറിവില്ലാത്ത ഒരു പ്രായത്തിലാണ് കല്യാണം കഴിഞ്ഞത്. എനിക്ക് 20 വയസ്സൊക്കെ ആയപ്പോൾ എനിക്ക് 2 കുട്ടികളുമായി. ജോലിയൊന്നും അറിയത്തില്ല. ജോലി അറിയത്തില്ല വെച്ചാൽ ഞാൻ അന്ന് എൻ്റെ കൊച്ചുനാളിൽ ഞാൻ ജോലിക്കൊക്കെ പോകും. കാരണം വിദ്യാഭ്യാസം തീരെ കുറച്ചേ ഉള്ളൂ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ. ശരിക്കും ഒരു 5-ാം ക്ലാസ് കഷ്ടിച്ചാണ് എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ. എനിക്ക് നമ്മളത് പറയണം, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൂട്ടുകാരെ. നമ്മൾ വിദ്യാഭ്യാസമില്ല, എനിക്ക് ഒന്നുമല്ല, എനിക്കൊന്നും എത്താനായിട്ടില്ല, ഞാൻ എങ്ങും എത്തിയില്ല, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പഠിപ്പുള്ളവർക്ക് മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമല്ല, നമുക്കും ജീവിക്കാം. പക്ഷേ എന്ത് ജോലിയും ചെയ്യാനുള്ളൊരു സന്മനസ് ഉണ്ടാവണം. നമ്മുടെ ശരീരം വിറ്റിട്ടല്ലാതെ നമുക്ക് എന്ത് ജോലിയും ചെയ്യാം ഉള്ള തൻ്റെ ചങ്കുറപ്പും നമുക്കുണ്ടെങ്കിൽ എൻ്റെ ചങ്കു കൂട്ടുകാരെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതൊരു മാതൃകയാവട്ടെ ഈ എല്ലാ സ്ത്രീകൾക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഞാനും ഈ ഭൂമിയിൽ ജീവിക്കാൻ ശരിക്കും കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ശരിക്കും കഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ എൻ്റെ മോനെ 8 മാസം വരെ എൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ഞാൻ കല്ല് ചുമക്കാനും മണ്ണ് ചുമക്കാനും, കരിങ്കല്ല് ചുമക്കാനും മണ്ണ് ചുമക്കാനും കിളയ്ക്കാനും വെട്ടാനും ഏലക്ക പറിക്കാനും തേയിലക്കുളം എന്ന് വേണ്ട എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള എല്ലാ ജോലികളും ചെയ്യാൻ ഞാൻ പോയിട്ടുണ്ട്. എല്ലാ ജോലികളും ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മോന് 9 മാസം മോന് പ്രസവത്തിൻ്റെ അസുഖം തുടങ്ങിയപ്പോൾ ഞാൻ ഏലക്കാട്ടിൽ ഏലക്ക പറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് അസുഖം തുടങ്ങി 9-ാം മാസത്തെ വയറും വെച്ചെൻ്റെ കുനിഞ്ഞ് നിന്ന് ഏലക്ക എടുക്കാൻ പോലും പറ്റാഞ്ഞിട്ട് ഞാൻ ആ ജോലിക്ക് പോയി. എന്തുകൊണ്ടാണ് ജീവിക്കണം? കാരണം എൻ്റെ കുടുംബത്തിൽ നിന്ന് സ്വത്ത് മുതലോ സമ്പത്തോ ഒന്നും തന്നല്ല എന്നെ കെട്ടിച്ചയച്ചത്. ഒന്നും തരാൻ എൻ്റെ കുടുംബക്കാർക്കില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും തരാൻ എൻ്റെ കുടുംബക്കാർക്കില്ലായിരുന്നു. ഏതോ ഒരു പാവപ്പെട്ടവന് വന്നിട്ട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അന്നൊന്നും എനിക്ക് അയാൾ പാവപ്പെട്ടവനാണെന്ന്, അയാൾ ചതിയാണ് വഞ്ചനാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ പുള്ളി ചതിച്ചതാണോ എന്താണെന്നൊന്നും എനിക്കത് ഇപ്പോഴും എനിക്ക് അറിവില്ല. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എന്തായാലും പുള്ളി എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. ഞാൻ തന്നെ പുള്ളിനെ വേണ്ടാന്ന് വെച്ചതാണ്. എന്നെ ഉപേക്ഷിച്ചതാണോ എന്ന് വെച്ചാൽ അതെ. കാരണം എന്നെ ഉപേക്ഷിച്ചെന്ന് പറയാൻ പറ്റും. എനിക്കയാളെ വേണ്ടാന്ന് ഞാൻ വെച്ചതാണ്. കാരണം വെച്ചാൽ കള്ളു കുടിക്കും, ചീട്ട് കളിക്കും, കഞ്ചാവ് വലിക്കത്തില്ല, കഞ്ചാവ് വലിക്കുന്ന അങ്ങനെയുള്ള മയക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്കില്ലാത്തതൊന്നും എൻ്റെ ഭർത്താവിനെ കുറിച്ച് ദോഷം ഇല്ലാത്ത പറയാൻ പറ്റത്തില്ല. കാരണം ഈ കള്ളു കുടിക്കുകയും ചീട്ട് കളിക്കുകയും വീട്ടിൽ വെച്ച് ചാരായി മാറ്റുകയൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ചെയ്തിട്ടാണ്. എനിക്കറിവില്ലായിരുന്നു. എൻ്റെ കാക്ക വന്ന് എല്ലാം കൂടെ എടുത്ത് അടിച്ച് പൊട്ടിച്ച് തൂരക്കളഞ്ഞ് എല്ലാം നശിപ്പിച്ച് ആ വീട്ടിൽ ഞങ്ങളെ ഇറക്കി വിടുകയും ചെയ്തു എൻ്റെ കാക്ക കേട്ടോ. എന്നാൽ എനിക്കറിയത്തില്ലല്ലോ, എനിക്ക് എന്താ ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലാത്തൊരു സമയത്താണ് ഇതൊക്കെ എല്ലാം എടുത്ത് കളഞ്ഞ്. പിന്നെ അങ്ങനെയുള്ള ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. എന്താ അബദ്ധം ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്തായിരിക്കും. ഒരൊറ്റ പ്രാവശ്യം എല്ലായിടത്തും കളഞ്ഞു. അത് ചെയ്തില്ല, മൊത്തം ചെയ്തില്ല. ഇത് ചെയ്ത് വെച്ചപ്പോഴേ എൻ്റെ കാക്ക എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കാക്ക വന്നെല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ട് ഞങ്ങൾക്ക് ആകെ ഒരു ഷെഡായിരുന്നു, ഒരു 5 സെൻറ്റ് ഒരു ഷെഡ് വെച്ചിട്ട് അവിടെ ഞങ്ങളിവിടെ താമസിക്കുക. അപ്പോൾ അവിടെ ഞങ്ങളെ ഇറക്കി വിട്ട വഴിക്ക് എന്നോട് പറയപ്പം ഇതിന് മോനുണ്ട് വയറ്റിൽ ജനിച്ചേക്കാണ്. അപ്പോഴത്തേന് ഇറങ്ങി വാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി അടുത്തൊരു വാടക വീടെടുത്തു. ആ വാടക വീട്ടിൽ താമസിച്ച് ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട്. 2 പേരും ജോലിക്ക് പോകും. പുള്ളിക്ക് ഒത്തിരി വലിയ ആരോഗ്യമൊന്നും ഉള്ളൊരു മനുഷ്യനൊന്നും അല്ലായിരുന്നു. പുള്ളി ജോലിക്ക് പോകും, ഞാനും ജോലിക്ക് പോകും. ഉള്ളതുകൊണ്ട് ഞങ്ങൾ 2 പേരോടൊക്കെ നല്ലൊരു ഒരുവിധമൊക്കെ കഴിഞ്ഞുകൊണ്ട് വരികയായിരുന്നു. അപ്പോഴത്തേക്കാണ് പുള്ളിക്ക് ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് എന്നെ കല്യാണം കഴിച്ചതാണ്. കാരണം എൻ്റെ കൊച്ചു പ്രായമാണ്. എൻ്റെ ആ പ്രായത്തിൽ എനിക്ക് ഒന്നും അറിയാൻ മേലാത്തൊരു പ്രായത്തിൽ എൻ്റെ ചേട്ടത്തിയുടെ ഭർത്താവിൻ്റെ കൂട്ടുകാരനായിരുന്നു ഇയാൾ. അങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ വരികയും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കണ്ടു, സ്നേഹിച്ച്
കെട്ടിയതാണോ എന്ന് എന്നോട് ഈയിടെ കമൻറ്റിൽ 50 പേര് വന്ന് ചോദിച്ചിന്. സ്നേഹിച്ചാണോ എന്ന് ചോദിച്ചാൽ സ്നേഹിച്ചതല്ല, എന്നാൽ സ്നേഹിച്ചില്ല എന്ന് ചോദിച്ചാൽ അതുമാണ് എന്നാണ്. പക്ഷേ എന്താ പറയുക, ഒരു റൂമിൽ വിളിച്ചിരുന്ന് ഇരുത്തിയിട്ട് എന്നോട് ചോദിച്ചു ഇഷ്ടമാണോ കല്യാണം കഴിക്കുക അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പം എൻ്റെ ബുദ്ധിക്ക് അന്നത്തെ അറിവില്ലാത്ത ആ പ്രായത്തിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക. അപ്പോൾ എൻ്റെ ചേട്ടത്തി എൻ്റെ കൂട്ടുകാരെല്ലാവരും പറഞ്ഞു എന്നെ കെട്ടിച്ച് വിടാനായിട്ടൊന്നും നമുക്ക് കുടുംബത്തിൽ സാമ്പത്തികമൊന്നുമില്ല, ഒന്നാമത് എനിക്ക് സൗന്ദര്യമില്ല, തുള്ളി പോലും കാണാനും കൊള്ളത്തില്ല, ഒരു സൗന്ദര്യമില്ല, കറുത്തിരുണ്ട ഒരു ചുള്ളിക്കമ്പ് പോലത്തെ ഒരു സാധനമാണ് ഞാൻ അന്ന് എന്നോട് പറഞ്ഞ് കാണാൻ പോലും കൊള്ളത്തില്ല, ആരും കല്യാണം കഴിച്ചിട്ടൊന്നും പോകത്തൊന്നുമില്ല, സ്വത്തുമില്ല, പണമില്ല, ആരെങ്കിലും വരുന്നവർ കെട്ടിക്കൊണ്ട് പോട്ടെ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സത്യം ഒരു റൂമിൽ ഇങ്ങനെ അടച്ചിട്ടിട്ടിരിക്കുക. നമ്മൾക്കറിയത്തില്ല ഇയാൾ എന്ത് ചെയ്യുമെന്നൊന്നും നമുക്കറിയത്തില്ലാത്ത ഒരു സമയവും. അപ്പോൾ എൻ്റെ ആ ബുദ്ധിക്ക് എൻ്റെ തലയിൽ ഉദിച്ച ഒരു ബുദ്ധിക്ക് ഞാൻ എന്താ പറഞ്ഞത്, എൻ്റെ കഷ്ടകാല സമയത്തിന് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, സ്നേഹിച്ചാണെന്നപ്പോൾ നിങ്ങളിവിടെ അല്ല ഞാൻ അപ്പം കാണുവാണ് എനിക്ക് അങ്ങനെയുള്ള അപ്പോൾ അല്ല കണ്ടിട്ടുണ്ട്, സ്നേഹമൊന്നുമില്ല കേട്ടോ, കണ്ടിട്ടുണ്ട്, എപ്പോഴും വരുമ്പോഴൊക്കെ കാണാൻ പോവുകയും കാണുകയൊക്കെ ചെയ്യും. സ്നേഹമെന്ന് വെച്ചാൽ എനിക്കങ്ങനെ സ്നേഹമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇവരെല്ലാവരോടും പറഞ്ഞ സ്ഥിതിക്ക് ഞാനും ഒന്ന് ആലോചിച്ചപ്പോൾ ശരിയാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, എന്നെ ആരും കെട്ടാൻ വരൂലേ, അപ്പോൾ എനിക്ക് സൗന്ദര്യമൊന്നുമില്ല, എന്നെ ആരും കല്യാണം കഴിച്ചിട്ട് പോകൂലേ എന്നൊക്കെയുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലാണ്, കൊച്ചു മനസ്സല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്താ പറഞ്ഞത്, എന്നാൽ ഒരു കാര്യം ചെയ്യുക, ഞാൻ സമ്മതിക്കാം, അപ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് വാ. സത്യമായിട്ട് വല്ലാഹി സത്യം, ഞാൻ അന്ന് എൻ്റെ ബുദ്ധിക്ക് ഞാൻ പറഞ്ഞു പോയി, ഇപ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് വാ, ഞാൻ സ്വീകരിക്കാം, ഞാൻ കല്യാണം കഴിച്ചൊരു മുസ്ലിമായ ഒരാളെ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ, അത് എനിക്ക് ഇഷ്ടമാക്കിയാണ്, ഇഷ്ടക്കുറവൊന്നുമില്ല. ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് വന്നാൽ അങ്ങനെയാണെങ്കിൽ പൊന്നാനി പോയി ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് വന്നാൽ ഞാൻ കല്യാണം കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞു പോയി, സത്യമായിട്ട് ഞാൻ പറഞ്ഞു പോയതാണ്. അപ്പോഴത്തേക്കിന് എന്താണെന്ന് പറയാം, പുള്ളി പോയി. അപ്പോൾ പുള്ളി പെട്ടെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ പോകാം, ഇസ്ലാം സ്വീകരിച്ചിട്ട് വരാം, വരുമ്പോൾ വാക്ക് മാറ്റില്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അന്ന് ഞാൻ കൊച്ചല്ല, അത്ര വയസ്സല്ലേ എനിക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ വാക്ക് മാറ്റത്തില്ല, ഉറപ്പായിട്ട് സത്യമായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ എനിക്കറിയത്തില്ല ഈ പുള്ളി കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും വേറെ മക്കളുണ്ടെന്നോ അതെന്നെ ചതിക്കുകയാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ താത്തയുടെ ഭർത്താവിന് അറിയാമായിരുന്നു അതങ്ങനെ വേറെ കല്യാണം കഴിച്ചിട്ടുള്ളതെന്ന്, വേറെ മക്കളുണ്ടെന്നൊക്കെ അവർക്കറിയാമായിരുന്നു. പക്ഷേ എനിക്കറിയത്തില്ല. ഞാൻ അള്ളാഹിന് സാക്ഷീരത്തിനാണ് പറഞ്ഞത്, എനിക്കറിയില്ല, എനിക്ക് എത്ര പ്രായമല്ലേ ഉള്ളൂ, എനിക്കറിയത്തില്ല. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ പട്ടുപതിക്ക് പറയുകയും ചെയ്തു, പുള്ളിക്കാരൻ പോവുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഞാൻ വന്നത് എനിക്കൊരു അനിയത്തി കൊച്ചുണ്ടായിരുന്നു, ഷുഗർ ബാധിച്ചിട്ട് കണ്ണിൻ്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു അനിയത്തി കൊച്ചാണ്. അവളാണ് എൻ്റെ മോനെയൊക്കെ നോക്കിയതും വളർത്തിയതൊക്കെ അവളാണ്. അപ്പോൾ അവളുണ്ടായിരുന്നു അന്നപ്പോൾ ഞങ്ങളൊക്കെ കൊച്ചുങ്ങളാണെങ്കിൽ ജോലിക്കൊക്കെ പോകും, കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് ഈ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് കൊടുക്കും, എൻ്റെ അനിയത്തിയുടെ ചികിത്സയ്ക്കൊക്കെ ഞങ്ങൾ കിട്ടുന്ന പൈസ ജോലി 10, 20, 30 രൂപയൊക്കെയാണ് അന്ന് കിട്ടി, 25 രൂപ അതിൽ കൂടുതൽ ആയിട്ടില്ല, 25 രൂപയൊക്കെയാണ് ഒരു ദിവസം ജോലിക്ക് പോയി കിട്ടുന്നത്. ഈ 25 രൂപ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ എൻ്റെ ഉമ്മാക്ക് ഒരു ആശ്രയം, കാരണം എൻ്റെ ഉമ്മക്ക് ഇത്രയും പെൺമക്കളാണ്, 4 പെൺമക്കളുണ്ട്, 2 ആൺകുട്ടികൾ, അങ്ങനെ 5 പെൺകുട്ടികൾ. 5 എൻ്റെ നേരെ ഇളവൊക്കെയാണ് സുഖമില്ലാതായത്. അങ്ങനെ ഞങ്ങളങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ അനിയത്തിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേക്കാണ് ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. ഓപ്പറേഷൻ ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേന് അപ്പോൾ അതുവരെ എനിക്ക് കല്യാണം പറഞ്ഞാൽ ഒരിക്കലും കല്യാണം കഴിക്കത്തില്ല, എനിക്ക് കല്യാണമൊന്നും വേണ്ട, എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന ഞാനാണ്. അപ്പോൾ എൻ്റെ ഉമ്മ ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുക, എന്നെക്കുറിച്ച് ആര് പറഞ്ഞാലും എൻ്റെ ഉമ്മ വിശ്വസിക്കത്തില്ല, കാരണം അത്ര വിശ്വാസമാണ് എൻ്റെ ഉമ്മക്ക്. അങ്ങനെ ആളുകളെല്ലാം കൂടെ പറഞ്ഞു കൊടുത്ത് ഞാൻ ഇങ്ങനെ ഏതോ ഒരാളുമായിട്ട് ഭയങ്കര ഇഷ്ടത്തിലാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഉമ്മ വന്നിട്ട് എന്നോട് കാര്യം ചോദിച്ചാൽ മോളെ അങ്ങനെ പറയുന്നത് ശരിയാണ്, ഞാൻ നല്ല ഉമ്മച്ചി എനിക്ക് അങ്ങനെ ആരും ഇഷ്ടമൊന്നുമില്ല, ഇങ്ങനെ ഒരാൾ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ എന്താ പറഞ്ഞത്, ഇസ്ലാമെ സ്വീകരിച്ചിട്ട് വാ എന്നേ ഞാൻ പറഞ്ഞോളൂ, അല്ലാതെ എനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ എന്താ കേട്ട വടി കേൾക്കാതെ എൻ്റെ കാക്കടുത്ത് എല്ലാവർക്കും ചോദിച്ചിട്ട് ഇസ്ലാം മതം സ്വീകരിക്കാൻ അങ്ങ് പൊന്നാനിയിൽ പോയി. നമ്മുടെ പള്ളിയിൽ അന്നൊരു വലിയ ഉസ്താദ് ഉണ്ടായിരുന്നു. ആ ഉസ്താദിനോടൊക്കെ ചെന്ന് പറഞ്ഞിട്ട് ഉസ്താദും പള്ളിയിലുള്ള ആളുകളും എല്ലാവരുടെ കൂടി ഇസ്ലാം മതം സ്വീകരിക്കുക. അപ്പോൾ ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചു, എന്തിനാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വെച്ചപ്പോൾ പെണ്ണെ കെട്ടാനാണെന്ന് വെച്ചപ്പോൾ പെണ്ണെ കെട്ടാൻ മാത്രമല്ല ഈ മതം എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു പെങ്കൊച്ചിനെ മുസ്ലിമാരി പെങ്കൊച്ചിനെ കല്യാണം കഴിക്കണം, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കൊണ്ടുപോയി എൻ്റെ പൊന്നു റബ്ബേ വീട്ടിലങ്ങോട്ട് പ്രശ്നം തുടങ്ങി. എൻ്റെ വീട്ടിലങ്ങോട്ട് എല്ലാവരും ശക്തമായിട്ട് എതിർക്കുകയാണ്, പറ്റൂല, നടക്കാൻ പറ്റൂല, സമ്മതിക്കത്തില്ല, അങ്ങനെ ഇങ്ങനെയാണ്, ഇതാ ചവറാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കാക്കയാണെങ്കിൽ കാക്ക മരിച്ചുപോയി. അള്ളാഹു കവറുടെ വിശാലമാക്കി കൊടുക്കട്ടെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ അള്ളാഹുവേ. എൻ്റെ കൂടപ്പിറപ്പുകളുടെ എൻ്റെ ഉപ്പാൻ്റെ എല്ലാം കവറുടെ വിശാലമാക്കി കൊടുക്കട്ടെ. ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ട എല്ലാ മനുഷ്യർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു കൂട്ടുകാർ. വന്നിട്ട് പറ്റൂല എന്നൊക്കെ പറഞ്ഞു.
അതിനെ പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി പോയിട്ട് പുള്ളി അവിടെ ചെന്നിട്ട് ഒരു കത്ത് അയച്ചു. അന്ന് ഫോണൊന്നുമില്ലല്ലോ, അന്നൊരു കത്താണ് അയക്കുന്നത്. കാത്തിരിക്കണം, ഞാൻ തിരിച്ചു വരും, എന്തായാലും എനിക്ക് വേണ്ടി കാത്തിരിക്കണം. ഇപ്പോൾ ഞാനിവിടെ പള്ളിയിലാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എല്ലാം പഠിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഉസ്താദുമാർക്കൊക്കെ ഇഷ്ടമാണ്, ഞാൻ പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പടച്ചോനെ, എന്തായാലും ഞാൻ കാരണം ഒരാൾ ഇസ്ലാം മതത്തിലേക്ക് വരികയല്ല, പടച്ച റബ്ബേ, ആയിക്കോട്ടെ, അങ്ങേര് മതം സ്വീകരിച്ചോട്ടെ, അങ്ങേര് വന്നോട്ടെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനും വന്നിട്ട് പറഞ്ഞപ്പോൾ എല്ലാവരും വീട്ടിൽ എൻ്റെ വാപ്പ സമ്മതിക്കുകയില്ല, എൻ്റെ ഇളയ കാക്ക സമ്മതിക്കത്തില്ല, അങ്ങനെ ആര് മൂത്ത കാക്കയാണെങ്കിൽ പ്രശ്നമായി. അടിയും പിടിയും വഴക്കും ഒക്കെ ആയി. ലാസ്റ്റ് കമ്പി വടി കൊണ്ട് എൻ്റെ തലയ്ക്കടിച്ചു. എൻ്റെ തലയ്ക്ക് ഇങ്ങനെ മുറിഞ്ഞിട്ട് ഒരു 7-8 കുത്തിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലാണ്. അപ്പോഴത്തേന് ഈ ബ്ലഡിൻ്റെ മണമെല്ലാം കൂടെ കെട്ടി എനിക്കിങ്ങനെ ഛർദ്ദില്ലോ. ഞാൻ കുറേ ഛർദ്ദിച്ചപ്പോൾ ആളുകൾ തോന്നിവാസമൊക്കെ പറഞ്ഞുണ്ടാക്കി, അതാണ് ഇതാണ് ചപ്പാട് ചോറാണ് എന്നൊക്കെ പറഞ്ഞൊക്കെ അനാവശ്യമൊക്കെ പറഞ്ഞുണ്ടാക്കിയവർക്കൊക്കെ പടച്ചോനെ എൻ്റെ കൂലി കൊടുത്തുള്ളൂ. എനിക്കതിലൊന്നും കുഴപ്പമില്ല, ഇപ്പോഴും കുഴപ്പമില്ല, അൽഹംദുലില്ലാ. അവർക്ക് അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ. അങ്ങനെ ആയിട്ട് എന്നെ കുറേ ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളിക്കാരൻ പൊന്നാനിയിലെ പഠിത്തം കഴിഞ്ഞ് 90 സ്ഥലത്തങ്ങയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കിന് ഒറ്റ മനുഷ്യന് കല്യാണത്തിന് സമ്മതിക്കില്ല. വേണ്ട, കല്യാണം ഞങ്ങൾ സമയം. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് എൻ്റെ താത്തായും, എൻ്റെ മൂത്ത താത്തായും ഉണ്ട്, താത്തായുടെ മച്ചായും ഉണ്ട് എനിക്ക് സപ്പോർട്ടിന്. വേറെ ഒരു മനുഷ്യരില്ല. ലാസ്റ്റ് സമയമായപ്പോൾ ഈ പുള്ളിക്കാരൻ ഇസ്ലാമതൊക്കെ സ്വീകരിച്ചിട്ട് വന്നത് എൻ്റെ താത്തായുടെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ താത്തായുടെ ഭർത്താവ് കൂട്ടുകാരൻ, അവരുടെ വീട്ടിലേക്കാണ് വന്നത്. അപ്പം ഞാൻ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത്, ഒരാളിവിടെ കാണാൻ വന്നിട്ടുണ്ട്, ഇങ്ങോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ പുള്ളിയാണ് കണ്ട ഒരു മൂലിയാരെ പോലെയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഒരാളുടെ മുന്നിൽ. എനിക്ക് ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ല. എന്നാൽ അന്ന് ഒരു വട്ടം കണ്ടിട്ട് ഞാൻ പറഞ്ഞു വിട്ടതേ ഉള്ളൂ. ഞാൻ വെച്ചാൽ ആരാണെന്ന് ചോദിച്ചാൽ ആരാന്ന് എനിക്കറിയത്തില്ല. ഞാൻ വെച്ചാൽ ആരാന്ന് വെച്ചാൽ ഒരാളെ എവിടെയെങ്കിലും പറഞ്ഞു വിട്ട് ഓർമ്മയുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, എനിക്കാരും ഓർമ്മയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്കെന്ന് പറഞ്ഞു, നീ പൊന്നാനി പറഞ്ഞു വിട്ട ആ ആളാണ്, പൊന്നാനി പോയി ഇസ്ലാമ സ്വീകരിച്ചിട്ടാണ് വന്നേക്കുന്നതാണ്, നിന്നെ കല്യാണം കഴിക്കും, അങ്ങനെ നിന്നെ കല്യാണം കഴിക്കാനായിട്ട് വന്നേക്കുന്ന ആളാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അന്നത്തെ ആ പ്രായത്തിൽ എന്താ പറയേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് കുറേ സങ്കടം വന്നു. ഞാൻ കുറേ കരഞ്ഞപ്പോൾ വീട്ടിൽ എല്ലാവരും എതിർപ്പാണ്, ആരും സമ്മതിക്കത്തില്ല. ഞാൻ പറഞ്ഞു എല്ലാവരും എതിർപ്പാണ്, ആരും സമ്മതിക്കത്തില്ല, എന്നെ ആരും അങ്ങനെ നിങ്ങൾക്ക് കിട്ടിച്ച് തരത്തില്ല എന്നാണ് പറയുന്നത്, സമ്മതിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരെ പറഞ്ഞു, എനിക്ക് സമ്മതമാണോ, ആണെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് നിൽക്കാൻ കിടത്താമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ പേരിൽ പോയിട്ട് ഒരാൾ ഇസ്ലാമ സ്വീകരിച്ചിട്ട് വന്ന ഒരാളല്ല. ഞാൻ പറഞ്ഞു എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല, ഞാൻ റെഡിയാന്ന് പറഞ്ഞു. എന്തും എതിർത്ത് എല്ലാവരും ശക്തമായിട്ട് എതിർത്തിട്ട് കൂടെ നിൽക്കാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചേട്ടത്തി ഉണ്ട് എനിക്കപ്പോൾ, ചേട്ടത്തിയുടെ ഭർത്താവ് ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇവർ രണ്ടുപേരുടെ ഒരു വെള്ളിയാഴ്ച ഇടന്ന് എൻ്റെ വാപ്പാട് അനിയൻ്റെ അടുത്ത് ചെന്നു. വാപ്പാട് അനിയനൊക്കെ മരിച്ചു, ഇപ്പം മരണപ്പെട്ടു പോയി. വാപ്പാട് അങ്ങനെ പിന്നെ അവിടെ എൻ്റെ വാപ്പാട് അനിയൻ്റെ അടുത്ത് ഇവർ രണ്ടുപേരുടെ പോയിട്ട് പറഞ്ഞു, എനിക്ക് ഇന്ന പോലെ കൊച്ചിനെ കല്യാണം കഴിക്കണം, എല്ലാവരും കൂടെ നടത്തി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരാരും സമ്മതിക്കാത്ത അപ്പോൾ പറഞ്ഞു എൻ്റെ വാപ്പ സമ്മതിക്കുമെന്ന് വെച്ചപ്പോൾ വാപ്പാട് എൻ്റെ ഒരു പുള്ളിക്കാരൻ പറഞ്ഞു, താത്തയുടെ ഭർത്താവ് പറഞ്ഞു എല്ലാവരും ആരും സമ്മതിക്കത്തില്ല പറഞ്ഞു. അങ്ങനെ വാപ്പാട് അനിയനും പള്ളിയിൽ കുറച്ച് ഉസ്താദന്മാരും അവരൊക്കെ കൂടി പറഞ്ഞു വിട്ടല്ല, പള്ളിയിലെ ഉസ്താദന്മാരും പിന്നെ എല്ലാവരും കൂടെ കൂടി അവിടെ വെച്ച് നിക്കാഹ് മാത്രം ചൊല്ലിക്കൊടുത്തു. അപ്പോൾ എൻ്റെ മൂത്ത കാക്ക വന്ന് അവർക്കൊക്കെ ചെറിയൊരു ചെല്ലുന്ന അറിയ വെള്ളം ഇതെന്തൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതെൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്നിട്ടും അപ്പോൾ ഇവർ പോകുമ്പോഴും ഉമ്മ അടുത്ത് പറഞ്ഞിട്ട്, എൻ്റെ ഉമ്മാനോട് പറഞ്ഞിട്ട് പോയി, നിക്കാഹ് ഞങ്ങൾ ചെല്ലും, നിക്കാഹ് നടത്തും, ആരൊക്കെ എതിർത്താലും വേണ്ടല്ല, എന്തായാലും നിക്കാഹ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പള്ളിയിൽ ഇപ്പോൾ അപ്പോൾ വെള്ളിയാഴ്ച നിക്കാഹ് ചൊല്ലിയിട്ട് പുള്ളിക്ക് മഹറായിട്ട് തരാൻ എന്തോ കുറച്ച് തുച്ഛമായ പൈസ മാത്രമേ ഉള്ളൂ പുള്ളിയുടെ കയ്യിൽ. അതെനിക്ക് മഹറായിട്ട് കൊണ്ട് തരികയും ചെയ്തു. വേറെ ഒന്നുമില്ല, സ്വത്ത് സമ്പത്ത് പണമൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ പറഞ്ഞ് ജോലി ചെയ്ത് ജീവിച്ചോണം, എൻ്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് ജോലി. ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ വീട്ടുകാർക്ക് ഒരു കുന്തവും ഇല്ല. ഞാൻ നിങ്ങളെന്തിനാണ് ഞങ്ങൾ ശല്യം ചെയ്യുന്നത്, എന്തായാലും ഞങ്ങൾ ജീവിക്കാൻ ഇറങ്ങി തിരിച്ചാൽ ഞങ്ങൾ ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും എതിർപ്പൊക്കെ ഒരുപാട് പേരുണ്ട്. ആദ്യം കൂട്ടുനിന്നത് എൻ്റെ കൊച്ചാപ്പായും പിന്നെ കുറച്ച് പേരും പള്ളിയിലെ ഉസ്താദന്മാരും ഒരു മൂത്ത ആങ്ങളെയും വഴക്കാണെങ്കിലും അടിയാണെങ്കിലും പുള്ളിയും കൂടെ ചെറുതായിട്ടൊക്കെ ഒന്ന് കൂട്ടുനിന്നു, അത്രയേ ഉള്ളൂ. വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കി അങ്ങനെ ചെയ്ത് എന്നാലും സപ്പോർട്ട് ചെയ്തു. അൽഹംദുലില്ലാ, അള്ളാഹു അതിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ റബ്ബേ, നിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അല്ലാ. നമ്മളെല്ലാം ഇന്നലെയും നാളെ മരണപ്പെട്ടു പോകേണ്ടവരാണ്. അങ്ങനെ പറഞ്ഞു. എന്തായാലും അത് വന്ന് നിക്കാഹ് നടത്തിയതെന്ന്. അപ്പം നിങ്ങൾ പറഞ്ഞു എന്നോട് ചില സ്നേഹിച്ച് കിട്ടിയതാണ്, അതാണ് ഇതാണെന്ന്. എവിടെയാണ് സ്നേഹം ഇരിക്കുന്നത്, ഇവിടെ എന്താണ് ഇരിക്കുന്നത്? എന്തായാലും ഞാൻ എൻ്റെ വാക്ക് പറഞ്ഞു പോയ എൻ്റെ പേരിൽ മാത്രം ഞാനിങ്ങനെ ജീവിതം വലിയാടാക്കി കൊടുത്തു എന്ന് വേണം പറയാനായിട്ട്. അത് കുറച്ചൊരു 3-4 മാസം വരെ ഒന്നും പുള്ളി കുഴപ്പമൊന്നുമില്ലായിരുന്നു, എനിക്കൊപ്പം നല്ല പോലെയൊക്കെ നിന്നു. പിന്നെ ഇല്ലായ്മയിലും വല്ലായ്മയിലും എനിക്കൊപ്പം നിന്നു. അത് കഴിഞ്ഞപ്പം
വല്ലപ്പോഴൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോകും. കാരണം എനിക്ക് അനിയത്തിമാരൊക്കെ ഉണ്ട്, സുഖമില്ലാത്ത അനിയത്തിയുണ്ട്. വല്ലപ്പോഴൊക്കെ വീട്ടിൽ പോകുക ഒക്കെ ചെയ്യും. പിന്നെ ഞാനും പതുക്കെ പതുക്കെ അങ്ങ് ജോലിക്ക് പോയി തുടങ്ങി. ജോലിക്കിറങ്ങി, ഞങ്ങൾ രണ്ടുപേരും ജോലിക്കിറങ്ങി. പുള്ളിയും ജോലിക്കിറങ്ങി, ഞാനും ജോലിക്കിറങ്ങി. കിട്ടുന്നതുകൊണ്ട് തുച്ഛമായത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും, അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് മോനും കൂടെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വാടക വീടാണ്, മൊത്തം വാടക വീട്. ബാക്കി കഥ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാടക വീട്ടിലോട്ടാണ് ഞങ്ങൾ പോയത്. വാടക വീട്ടിലാണ് അന്ന് തൊട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇന്നും പഠിച്ചതിന് എനിക്ക് കുറവൊന്നും തന്നില്ല, അൽഹംദുലില്ലാ. അതൊക്കെ കാരണം വേറൊന്നുമില്ല, എൻ്റെ അള്ളാഹ് എന്നെ ഏറെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുകയും ഒത്തിരി സ്നേഹിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എന്നെ ഇന്ന് ഇവിടെ വരെ, ഈ നിലയ്ക്ക് ഇവിടെ വരെ എന്നെ എത്തിച്ചത്. അതുകൊണ്ട് ഞാൻ അള്ളാഹിനെ എപ്പോഴും സ്തുതി പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തായാലും അങ്ങനെ മുന്നോട്ട് ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ കുറച്ച് വഴക്കായി, അലമ്പായി, ചീട്ടുകളിയായി, കള്ളുകുടിയായി. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ മോനെയൊക്കെ പ്രസവിച്ച് കഴിഞ്ഞ് പിന്നെ അടുത്ത പെണ്ണുനോട്ടം കൂടായി പുള്ളിക്ക്. പുള്ളി പിന്നെ അങ്ങനെയാണ്, അങ്ങനെ ഒരു സ്വഭാവത്തിലോട്ട് അങ്ങ് പോയി. നമ്മളൊക്കെ എത്ര പറഞ്ഞാലും എത്ര സഹിച്ച് ക്ഷമിച്ച് കൂടെ നിന്നാലും ഒന്നും നമ്മൾ പറയുന്നൊന്നും കേൾക്കത്തില്ല. പുള്ളിയാണ് രാജാവ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളാടി തുടങ്ങിയപ്പോഴേ എനിക്ക് ആകെ ഇതായിപ്പോയി. ഞാൻ പറഞ്ഞു തെറ്റെല്ലാം ചെയ്തിട്ട് പഠിച്ചിട്ടൊന്നും മനുഷ്യനാണല്ലോ ഈ വെള്ളമടിക്കുന്നത്, ഈ കാണിക്കുന്നത്. എനിക്ക് അങ്ങനെ പുള്ളിയുടെ അപ്സെറ്റ് ഇതായി ചെയ്ത് എനിക്ക് എന്താ പറയുക, ജീവിക്കാൻ പറ്റിയില്ല. പുള്ളിയായിട്ട് അങ്ങോട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഈ വെള്ളവടി കാരണം എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നായി. അങ്ങനെ അവിടെ നിന്നാണ് ഞങ്ങളങ്ങനെ അപ്പോൾ കുറേ ഇങ്ങനെ വഴക്കിനെ പ്രശ്നത്തെ ഇടയ്ക്കൂടെ രണ്ടാമത്തെ മോളും ജനിച്ചു. മോളെയും പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ജീവിതം അത്രയ്ക്കും ജീവിതം സഹിക്കെട്ട് മടുത്തേക്കുമ്പോഴാണ് ഞങ്ങളിങ്ങനെ തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. തമിഴ്നാട്ടിലെ ജീവിതത്തിൻ്റെ കഥയൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടിട്ടുണ്ട് കൂട്ടുകാർ. ലാസ്റ്റ് ഘട്ടമൊക്കെ ആയപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ജോലി ഇല്ലാതായി. ഞാൻ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ കുഞ്ഞിനെ നോക്കാൻ ആൾ വേണ്ട. കുഞ്ഞിനെ ഇട്ടിട്ട് എനിക്ക് ഇറങ്ങി ജോലിക്കും പോകാൻ വയ്യ. ഞാൻ എന്ത് ചെയ്യും പടച്ചോനെ? എങ്ങോട്ട്? പുള്ളിക്കും ജോലിയില്ല, മഴക്കാലമായി കഴിഞ്ഞാൽ ജോലിയില്ല. വെറുതെ വീട്ടിൽ കഴിഞ്ഞിട്ട് ഇടുക്കി ജില്ലയിലാണ് ആ മനോഹരമായ ഇടുക്കി ജില്ല എന്നുള്ള മനോഹരമായ സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തെ തണുപ്പും ഈ സമയമൊക്കെ അപ്പോൾ ഭയങ്കര വിറയല, കിടുങ്ങി വിറച്ചിരിക്കുന്ന ഒരു സമയമാണ് മഴക്കാലമായി കഴിഞ്ഞാൽ. അടുപ്പിൻ്റെ മൂട്ടിൽ തീയും കത്തിച്ച് അവിടെ കയറി കുത്തിയിരിക്കാനേ പറ്റത്തുള്ളൂ. വെച്ച് വേവിച്ചതിന് ഒരു നേരം എങ്ങാണ് ആഹാരം കിട്ടിയാലായി. അന്നത്തെ കാലം അങ്ങനെ 10-40 വർഷമായിരുന്നു കുട്ടിക്ക്. 40 അല്ല 30 വർഷമായിട്ടുണ്ടാവും. ഞാൻ 16 അല്ലേ. അപ്പോൾ അത്ര വയസ്സ്. എനിക്കിപ്പോൾ 38, എന്നുവെച്ചാൽ 48 വയസ്സുണ്ട് എനിക്കിപ്പോൾ. ഇപ്പം എനിക്ക് 48 വയസ്സായില്ലേ. അപ്പോൾ ആ സമയത്തുള്ള സംഭവങ്ങളൊക്കെയാണ്. അങ്ങനെയൊക്കെ ആയി ഒരുപാട് ഞാൻ അനുഭവിച്ച ആഹാരത്തിനൊക്കെ ബുദ്ധിമുട്ട്. ലാസ്റ്റ് ഞാൻ സഹികെട്ട് തമിഴ്നാട്ടിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ തൊട്ടാണ് പ്രശ്നം വളരെ കടുക്കുന്നത്. വളരെ പ്രശ്നം ഇതായിട്ട് പോവുകയാണ്. പിന്നെ ഞാൻ ഈ നാട്ടിലേക്ക് വന്നു. ഈ നാട്ടിൽ വന്ന് മോനെ കൊണ്ട് ചെന്ന് 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിൽ മോനെ പഠിപ്പിക്കാൻ ചേർത്തു. മോളെ കൊണ്ട് ചെന്ന് 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ചേർത്തിട്ട് ഈ നാട്ടിൽ അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോഴത്തേക്കിനാണ് എനിക്ക് ജോലി എന്തെങ്കിലും വേണമെങ്കിൽ അനിയനും പിന്നെ അതായത് എൻ്റെ ഭർത്താവിൻ്റെ അനിയനും അവർ വേറെ മതസ്ഥരാണ്. പുള്ളിയുടെ ഭാര്യയും സഹോദരിയുടെ മോളും എല്ലാവരും കൂടി എന്നെ റബ്ബർ വെട്ടൊക്കെ പഠിപ്പിച്ച് ഞാൻ അങ്ങനെ ഒരുവിധമൊക്കെ റബ്ബറൊക്കെ വെട്ടി ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന കുറച്ച് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലത്തും ഞങ്ങൾ താമസിക്കുമ്പോൾ അവിടെയൊക്കെ നല്ല കൂട്ടുകാരാണ്, നല്ല അയൽവക്കക്കാരാണ് കിട്ടിയേക്കുന്ന. മൊത്തവും നല്ല അയൽവക്കക്കാർ, നല്ല സ്നേഹമുള്ളവർ. ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് ഓരോ വാടക വീട്ടിൽ ചിലപ്പോൾ 6 മാസമായിരിക്കും, ചിലപ്പോൾ 3 മാസമായിരിക്കും. അങ്ങനെ ഈ ഓരോ വീട്ടിൽ നിന്ന് വാടക വീട്ടിൽ ഇങ്ങനെ മാറി പോകുമ്പോൾ സങ്കടമാണ് ആ നല്ല അയൽവക്കക്കാരെ വിട്ടിട്ട്. പറഞ്ഞാൽ എനിക്ക് വേറെ ആരും കൂട്ടുകാരില്ല, വീട്ടുകാരൊന്നുമില്ല, വീട്ടിലോട്ട് പോയിട്ടില്ല, കൂട്ടുകാരല്ല. അങ്ങോട്ട് അല്ല, ഞാൻ ആകെ നിൽക്കുന്നത് ഇവിടെ ഈ നാട്ടിലായിരുന്നു. ഈ കൊല്ലത്തേക്ക് അന്ന് വന്നാണ് കൊല്ലം നാട്ടിലാണ് ഞാൻ ആകെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് വല്ലപ്പോഴും 2 വർഷം കൂടുമ്പോഴേ കാണാൻ ഉമ്മായൊക്കെ ഒന്ന് കാണാൻ പോകത്തുള്ളൂ. അങ്ങനെയൊക്കെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തോട്ട് മാറുമ്പോഴും ഓരോ സ്കൂളിൽ നിന്ന് ടി സി മേടിക്കുക, അടുത്ത സ്കൂളിൽ ചേർക്കുക, ടി സി മേടിക്കുക, അടുത്ത സ്കൂളിൽ ചേർക്കുകയാണ്. അങ്ങനെ ഓരോ സ്ഥലത്ത് മാറി ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം അവർക്ക് വലിയ സങ്കടം. അവിടുത്തെ ആദ്യ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ആ കൂട്ടുകാരും അവർക്ക് അവിടെ കിട്ടുന്ന ആ കൂട്ടുകാരും ആ സ്നേഹവും ആ ടീച്ചർമാർ അവിടുത്തെ പഠിത്തം അതൊക്കെ കഴിഞ്ഞിട്ട് 6 മാസം കഴിയുമ്പോൾ വീണ്ടും അടുത്തൊരു സ്കൂളിലേക്ക് പോവുക. എൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത്, ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് എൻ്റെ മക്കളായിരുന്നു കേട്ടോ. എന്നിട്ട് എനിക്കൊപ്പം എൻ്റെ പൊന്നു മക്കൾ എനിക്കൊപ്പം നിന്നു. എന്നിട്ട് വീണ്ടും പിണങ്ങും. എൻ്റെ ഭർത്താവെന്ന് വെച്ചാൽ പിണങ്ങും, വരും
പോകും, വീണ്ടും 6 മാസം വരും, വീണ്ടും പോകും, വീണ്ടും 6 മാസം വരും, വീണ്ടും പോകും. എനിക്ക് എന്തായാലും അൽഹംദുലില്ലാ പറ്റിയ വെച്ചാൽ ആ 2 കുട്ടികളെ കൊണ്ട് അവിടെ നിർത്തി. അതുകൊണ്ട് ആ 2 കുട്ടികളെ, അല്ലെങ്കിൽ പിന്നെ കുറേ കുട്ടികൾ കൊണ്ടായി പോയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അനുഭവിക്കാത്ത ദുഃഖങ്ങളില്ലാതെ ഞാൻ അനുഭവിക്കേണ്ടി വന്നു. ആ 2 കുട്ടികളോട് സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചു. അതുകൊണ്ട് അവിടെ നിർത്തലാക്കി. അത് കഴിഞ്ഞിട്ട് കാരണം അല്ലെങ്കിൽ ഞാൻ കുറേ കുട്ടികളുണ്ട് എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും? ഇവർ 6 മാസം കൂടുമ്പോൾ വരും, വീണ്ടും കുട്ടികളാവും, 6 മാസം കൂടുമ്പോൾ വരും, വീണ്ടും കുട്ടികളാവും. അങ്ങനെ ആയിക്കൊണ്ടിരുന്നത് എന്നാ ചെയ്യാൻ പറ്റും? നമുക്ക് ജീവിക്കേണ്ടേ? ഈ കൊച്ചുങ്ങൾ ഇങ്ങനെ പറ്റുകൊണ്ടിരുന്നാൽ, അതുകൊണ്ട് അതിനെ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി. കാരണം അത്ര ഇതുള്ള എന്നിട്ട് പോലും അങ്ങനെ ഞാൻ തൻ്റെ ഇടത്തോടുകൂടി ഞാൻ അന്ന് പിടിച്ച് നിൽക്കാൻ നോക്കി. എന്തുകൊണ്ടാണ്? നമുക്ക് ഉണ്ടായിപ്പോയി 2 മക്കളെ വളർത്തണ്ടേ, വേണ്ടേ? ഇനി അടുത്ത മക്കളെ ഉണ്ടാക്കാതിരുന്നാൽ പറയും, ഉണ്ടായിപ്പോയാലേ 2 നമ്മൾ വളർത്തിയെടുത്തേ പറ്റത്തുള്ളൂ. അവരെ കൊല്ലാതെ, സത്യം പറഞ്ഞാൽ കൊല്ലാതെ ആ ഒരു സാഹചര്യം വന്നു എനിക്ക് കേട്ടോ. ഈ കുഞ്ഞുങ്ങളെ കൊന്നിട്ട് മരിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഇളകി മറന്ന ആറിലേക്ക് പോയി കൊച്ചുങ്ങളെ നോക്കി സ്കൂളിൽ നിന്ന് വിട്ട് നേരെ വിളിച്ചുകൊണ്ടുപോയി കല്ലാറെന്ന് പറയുന്ന ആറിൻ്റെ അരികിലേക്കാണ്. അവിടെ നിന്നിട്ട് എടുത്തങ്ങ് ചാടിയാലോ, പുല്ലങ്ങ് മരിച്ചാലാ എന്ന് വിചാരിച്ച് കൊച്ചുങ്ങളെ കൈ പിടിച്ചുകൊണ്ട് എടുത്ത് നിൽക്കുമ്പോൾ കൊച്ചുങ്ങളുടെ മുഖത്തോട് ഇതെന്തിനും ഇങ്ങോട്ട് വന്നതെന്ന് മക്കളെ ചോദ്യം കേട്ടപ്പോഴേ എൻ്റെ നെഞ്ച് പിടച്ചു. പറ്റൂല, ഇതൊന്നും വേണ്ട, ഇതൊന്നുമല്ല, നമുക്ക് ജീവിക്കണം, ജീവിച്ച് കാണിച്ചേ പറ്റത്തുള്ളൂ, തൻ്റെ അടുത്തുള്ള ജീവിക്കണം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് അവിടെ നിന്ന് തിരിച്ചു വന്ന് അന്ന് തൊട്ട് പൊരുതാൻ തുടങ്ങിയതാണ്. ഞാൻ എന്ത് ജോലി ചെയ്തും ഞാൻ ജീവിക്കും, മരിക്കുകയല്ല, എൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലത്തില്ല, ഞാനും മരിക്കത്തില്ല, പൊരുതി ജീവിക്കും. പക്ഷേ അന്ന് തൊട്ട് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ അയാൾ എന്നെ തല്ലിക്കൊന്നെ മണ്ണിൻ്റെ അടിയിലാക്കിനെ. സത്യസന്ധമായിട്ട് പറയണം. ഞാൻ ഒരു ദിവസം ഞാനിങ്ങനെ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോലി ചെയ്തൊക്കെ എന്തോ പറഞ്ഞു, സംസാരിക്കുന്നിടയ്ക്ക് സംസാരമല്ലേ, എന്തോ പറഞ്ഞെനിക്ക് ഞാനും എന്തോ പറഞ്ഞു. നോക്കിയപ്പോൾ വലിയൊരു പത്തെടുത്ത് തലക്കിട്ട് ഇങ്ങനെ ഒറ്റ അട്ടിയായിരുന്നു എൻ്റെ തലക്കിട്ട്. അങ്ങനെ ഒരു തലക്കിട്ട് അടിച്ചപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഓർമ്മ എന്താ സംഭവിച്ചു. മോളിൽ നിന്ന് എന്തെങ്കിലും വന്ന് ഇയാൾ അടിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. മുകളിൽ നിന്ന് എന്തെങ്കിലും വന്ന് എൻ്റെ തലയ്ക്ക് വീണതാണോ എന്താണെന്ന് അറിയാൻ പറ്റില്ല. ചെവി നിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ട്. ഇയാളിത് അടിച്ചിട്ട് ചെന്നാൽ നോക്കിയപ്പോൾ അല്ല, ഇയാൾ എന്നിട്ട് കമ്പും കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് എൻ്റെ തലയ്ക്ക് അടിച്ചിട്ട്. അന്നങ്ങനെ ഇയാളെ അങ്ങനെ എൻ്റെ കൈ കിട്ടിയ എന്താ പറയുക, എനിക്കൊരു ഓർമ്മയില്ലാതായിപ്പോയി. അല്ലെങ്കിൽ എന്നിട്ട് ഞാൻ ക്ഷമിച്ചു. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി കേസൊന്നും കൊടുത്തില്ല. കേസ് കൊടുത്തിട്ട് അയാൾ അകത്ത് പോയി. ഞാൻ കേസൊന്നും കൊടുത്തില്ല, പൊക്കിയിട്ടെന്ന് വെച്ച് അന്നത്തോട് കൂടി ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇനി ഇങ്ങനെ ഒരുത്തൻ എൻ്റെ അടുത്ത് വരികയും വേണ്ട, ഇങ്ങനൊരു ബന്ധവും വേണ്ട, സ്റ്റോപ്പ് ചെയ്തു. തലാക്ക് ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. തലാക്ക് ചെല്ലിച്ച് അന്ന് തന്നെ തലാക്ക് ചൊല്ലി പോയവനാണ് കേട്ടോ. പിന്നെ കുറേ അവിടെ ഇവിടെയൊക്കെ പോയി കെട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്തിനായിക്കട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. ജീവിക്കുക ജീവിക്കാതിരിക്കുക എന്തോ. ഞാൻ അന്ന് കൈയൊഴിഞ്ഞതാണ്. എന്നിട്ട് എല്ലാവരും എന്നോട് പറഞ്ഞു, ഒത്തിരി ആളുകളൊക്കെ പറഞ്ഞു കല്യാണം കഴിക്കുക, എൻ്റെ വീട്ടുകാരൊക്കെ വേറെ കല്യാണം കഴിക്കുക. ഞാനൊരു വേറെ കല്യാണം കഴിയുക ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കൊരു പെൺകുഞ്ഞുണ്ട്. എന്നെ നോക്കി വരുന്നതിൻ്റെ കണ്ണെൻ്റെ പെൺകുഞ്ഞിൻ്റെ മേലാകാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതിന് ഞാൻ അവസരം കൊടുക്കത്തില്ല. ഞാൻ കല്യാണം കഴിക്കത്തില്ല എന്നൊന്നും പറയത്തില്ല. പക്ഷെ എൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഞാൻ വേറെ കല്യാണം കഴിക്കും എന്ന് ഞാൻ പറഞ്ഞു. സത്യമായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ മോളെ കെട്ടിച്ചു കൊടുത്തിട്ട് ഞാൻ വേറൊരു കല്യാണം ഞാൻ കഴിക്കും, അത് ഞാൻ നോക്കും, ഉറപ്പായിട്ട് ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ മൂക്കിന് ചത വളരുന്നുണ്ട്, മൂക്കിനകത്ത് ദശ വളരുന്നുണ്ട്. അപ്പോൾ എന്നോട് ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, ചിലപ്പോൾ അല്ലെങ്കിൽ ജലദോഷമൊക്കെ വന്നു കഴിയുമ്പോൾ ശ്വാസം കിട്ടത്തില്ല, ശ്വാസം കിട്ടാതായി പോകും, മരിച്ചു പോകത്തേ ഉള്ളൂ ശ്വാസം കിട്ടാതായിട്ട് എന്ന് ഞാൻ പറഞ്ഞു, ഡോക്ടറെ എന്ത് വന്നാലും ഞാൻ ഓപ്പറേഷൻ ചെയ്ത് മരിച്ചു പോയാലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ലാതായി പോകും. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ നാട്ടിൽ വന്ന് ജീവിക്കുക, എൻ്റെ കൊച്ചുങ്ങൾക്ക് ആരും ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ മോളെ കെട്ടിച്ചിട്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്താൽ അതിന് ഞാനിവിടെ മോളെ കെട്ടിക്കുമെന്ന് പറഞ്ഞ് മോളെ ഞാൻ ആരെങ്കിലും കൈ പിടിച്ച് കൊടുത്തിട്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്തോളാം, മരിച്ചു പോയാലും എനിക്ക് കുഴപ്പം. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ, അത് മരിച്ചു പോകുന്നുള്ള പേടി. എന്നാൽ ഞാൻ മരിച്ചു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ ഒറ്റപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു എൻ്റെ മോളെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തിട്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്തോളാം. അപ്പോൾ ഡോക്ടർ മരിച്ചൊന്നും പോകത്തില്ല, ഇത് ഓപ്പറേഷൻ ചെയ്തതെന്ന് താത്തായും വഴക്ക് പറഞ്ഞു, എൻ്റെ ചേട്ടത്തി വഴക്ക് പറഞ്ഞു. പിന്നെ മരിച്ചൊന്നും പോകത്തില്ല, ഇതൊന്ന് ഓപ്പറേഷൻ ചെയ്താൽ മതി. വേണ്ട, ഞാൻ സമ്മതിക്കൂല, എന്ത് വന്നാലും സമ്മതിക്കാം. അതിൻ്റെ ഇപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇപ്പോഴും ഓപ്പറേഷൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോഴും എനിക്ക് അതിൻ്റെതായി ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് സംസാരിക്കുമ്പം ജലദോഷം വരുമ്പോൾ കണ്ണം നിറഞ്ഞ മൂക്കടയും, അങ്ങനെയൊക്കെയുള്ള കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ട് എനിക്ക്. അതൊക്കെ പോട്ടെ, എല്ലാം പഠിച്ചവൻ തന്നല്ലേ. എൻ്റെ അള്ളാഹു എനിക്ക് തന്ന അസുഖങ്ങളല്ല അൽഹംദുലില്ലാ. ഷുഗർ, കൊളസ്ട്രോൾ, BP, തൈറോയ്ഡ്, അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ ഇപ്പോഴും ഉണ്ട്. എന്നാലും ഞാൻ ഇറങ്ങി ജോലിക്കും, എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ജോലികളെല്ലാം ഞാൻ ചെയ്ത ജീവിതം. ഏത് വീട്ടിൽ ജോലിക്ക് പോയാൽ ഒരു മടിയും കൂടാതെ എന്നെ കൊണ്ട് പറ്റുന്ന സകല ജോലികളും ഞാൻ ആ വീട്ടിൽ ചെയ്യുന്നതാണ്. കാരണം അത് ഇവിടെ എൻ്റെ വീഡിയോസ് കാണുന്ന ഞാൻ പോയിട്ടുള്ള മലപ്പുറത്തുള്ള എല്ലാ ചങ്കു കൂട്ടുകാർക്ക് അവർക്കൊക്കെ അറിയാം, ഞാൻ വീട്ടിൽ പലരും ജോലി ചെയ്തൊന്നും മടിച്ചൊന്നും ഇരിക്കത്തില്ല. അവരൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. നിങ്ങളൊക്കെ വീട്ടിൽ ജോലിക്ക് വന്നിട്ടുള്ള ഷാഹിദ തന്നെയാണ് ഞാൻ. എൻ്റെ പേര് ഷാഹിദ ബീബി എന്നാണ്.
എൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് സുൽത്താന ഫാമിലി ബ്ലോഗ് എന്ന്. സുൽത്താന എൻ്റെ മകളുടെ മകളാണ് കേട്ടോ. അവൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മകളുടെ മകളാണ്. ഈ ചാനലിൻ്റെ ആ പേരിട്ടേക്കുന്നതേ ഉള്ളൂ. ചാനൽ എൻ്റേതാണ്. ഞാനാണിത് നോക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നെ ഈ ലൈവിൽ വന്ന് എന്നെ ഇതിൻ്റെ ബാക്കി കഥ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ഇപ്പം ഞാൻ ഇത്ര പറഞ്ഞു നിർത്തണം. ഒരുപാടായി എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും. എല്ലാവരും പറഞ്ഞത് നല്ലതാണ്. ഇത്ത പറഞ്ഞെന്നാൽ ഒരു സിനിമ കഥ പോലെ കേട്ടിരിക്കുന്നുണ്ട്. ഇത്തയുടെ അനുഭവ കഥ മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ. ഇത് പറഞ്ഞിടണം. എന്തെങ്കിലും ഒരുപാട് പെണ്ണുങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ള തൻ്റെ ഇടം ഉണ്ടാവത്തുള്ളൂ. സത്യം ഞാൻ പറയണം മക്കളെ, ഇറങ്ങിപ്പോയി ജോലി ചെയ്ത് ആരെയും കൈ നിന്നിട്ടുണ്ട്, ആരും മുന്നിൽ കൈ നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു കടകളിൽ കയറി നിന്നാലും കിട്ടും നമുക്ക് ശമ്പളം കേട്ടോ. ഒരു ഹോട്ടലിൽ പാത്രം കഴുകാൻ പോലും കിട്ടും. ഞാൻ ഹോട്ടലിൽ പാത്രം കഴുകാനും പോയിട്ടുണ്ട്. എന്തിനു ഞാൻ കള്ളം പറയും? ഞാൻ എല്ലാ പണി ചെയ്തു, എല്ലാ ജോലിയും ഞാൻ ചെയ്തിട്ട് ഒന്നിനും മടിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് എൻ്റെ എന്താ പറയുക, എൻ്റെ ഈ വീഡിയോസ് കണ്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കൂലി ഉണ്ടാകും, പുണ്യം കിട്ടത്തേ ഉള്ളൂ. എന്നെപ്പോലെയുള്ള ഒരു പാവപ്പെട്ട എന്താ പറയുക, ഒരു ഇത്തായെന്ന് തന്നെ ഇരുന്നാട്ട് ഇത്തായെ സഹായിച്ച, അല്ലെങ്കിൽ കുടുംബത്തെ സഹായിച്ച എന്നുള്ള അള്ളാഹു സുബ്ഹാനഹു അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവത്തേ ഉള്ളൂ. റബ്ബിനാണ് ഞാൻ പറയുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. കാരണം നമ്മൾക്ക് വേറെ സ്വത്ത്, പണം, ഭാര്യ ഒന്നും കൊടുത്ത് നമുക്ക് ആരും സഹായിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഇല്ലുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതൊന്നും കൊടുത്ത് സഹായിക്കാൻ പറ്റത്തില്ല. ഈ വീഡിയോ കേൾക്കുന്നവർ, കാണുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം ഇന്നും ഞാൻ അതേ അവസ്ഥ, വാടക വീട്ടിൽ തന്നെയാണ്. ഇന്ന് എൻ്റെ മോക്കും അതേ ഇത് തന്നെയാണ് കിട്ടിയേക്കുന്നത്. കാരണം അത് ഞാൻ വേറെ എന്താ പറയുന്നത്, അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, അള്ളാഹു സ്നേഹിക്കുന്നുണ്ട്, അള്ളാഹു കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു കുടുംബം ഉണ്ട്, ഇങ്ങനെ വാടക വീട്ടിലാണ്, അവിടെ ഇതാണ് അള്ളാഹു അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു നമുക്കിത് തന്നേക്കുന്നത്, ഇല്ലേ? അതുകൊണ്ട് ഞാൻ പറയാണ്, ഇതെന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട. പിന്നെ വാടക കൊടുക്കാനും പടച്ചവൻ തരുന്നുണ്ട്, കഴിക്കാൻ ആഹാരവും റബ്ബ് തരുന്നുണ്ട്, ഉടുക്കാൻ വസ്ത്രവും അള്ളാഹ് തരുന്നുണ്ട്, ഓരോ ദിവസത്തെ ആവശ്യങ്ങളും അള്ളാഹു നടത്തി തരുന്നുണ്ട്. ഇതൊക്കെ വലിയവൻ ആരാണ്? അള്ളാഹു അല്ലേ? അപ്പോൾ നമ്മൾ ഏറെ സ്തുതി പറയേണ്ടത് നമ്മുടെ അള്ളാഹുവിനല്ലേ? അള്ളാഹുവേ, നിൻ്റെ കാരുണ്യം ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾക്കും കൊടുക്കണേ അള്ളാഹുവേ. ഈ ആയ റബ്ബെ, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗൾഫ് നാടുകളിൽ കഴിയുന്ന ഒരുപാട് ബുദ്ധിമുട്ടുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും നിൻ്റെ അനുഗ്രഹം എത്തിക്കണേ. അവരുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ അള്ളാഹുവേ. യാ അർഹമർ റബ്ബെ. എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും ചങ്കുകളെ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി ഞാൻ അടുത്ത ഭാഗം ഞാൻ ഇടുന്നതായിരിക്കും. ഗൾഫ് ജീവിതം, ഗൾഫിൻ്റെ ബാക്കി കഥകളൊക്കെ ഒരുപാടുണ്ട്. എല്ലാം ഇൻഷാ അല്ലാഹ് ഞാൻ ഇടുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അള്ളാഹിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.